ഹായ്, സ്മിത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആയിട്ടാട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 19-ാം തീയതി ഞങ്ങളുടെ മോളുടെ ഹാഫ് സാരി സെലിബ്രേഷൻ അല്ലെങ്കിൽ പ്യൂബർട്ടി സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഞങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ മോളെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ കൂടെ നിന്ന് കുറച്ച് പേരുടെ പേര് ആദ്യം തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടമായി മാറും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവരുടെ പേര് പറഞ്ഞിട്ടാട്ടോ തുടങ്ങുന്നത്. രാഹുൽ ഒരു രക്ഷയില്ല. തലേ ദിവസം മുതൽ പരിപാടി കഴിയുന്ന ദിവസം രാത്രി വരെ, അതായത് പാത്രം കഴുകി വെക്കുന്നത് വരെ രാഹുൽ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. രാഹുൽ മാത്രമല്ല, രഞ്ജുവും ഫാമിലിയും, അനീഷേട്ടനും ഫാമിലി, പിന്നെ സോങ്ങേട്ടൻ ഫാമിലിയും, രാജേഷേട്ടൻ ഫാമിലി, പിന്നെ കൂടാതെ ഞങ്ങളുടെ ബെൻസ ചേട്ടനും ഫാമിലിയും, അഖിൽ ഫാമിലി, ഇതൊന്നും കൂടാതെ കൂടെ നമ്മളെ വീട്ടിൽ വന്ന് നിന്നിട്ടില്ലെങ്കിൽ പോലും നമ്മളെ പോറ്റിനെ റെഡിയാക്കി തരാനും എല്ലാത്തിനും കൂടെ നിന്നിരുന്ന അഭിലാഷ് ചേട്ടനോടും ഒരിക്കലും തീരാത്ത സ്നേഹവും നന്ദി എല്ലാം പറയാം കേട്ടോ. ഞങ്ങളുടെ മോൾ അന്നത്തെ ദിവസം സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു എന്താ പറയുക, ഞങ്ങളെക്കാട്ടി കൂടുതൽ എഫേർട്ട് എടുത്തവർ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം അവരെ ഓർമ്മിക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ടാട്ടോ ഞാൻ ഇവരുടെ പേര് പറഞ്ഞേ. ചിലപ്പോൾ താങ്ക്സൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി വന്നിട്ട് എന്നെ ഇടിച്ചു കൊല്ലും. കാരണം അവരെല്ലാവരും നമുക്ക് എന്താ പറയുക, ഒരു സഹോദരന്മാരെ പോലെയും സഹോദരിമാരെ പോലെയൊക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അതായത് ഞങ്ങൾ രണ്ടുപേരും ഈ നാട്ടുകാരല്ല, രണ്ടുപേരുടെയും നാട്ടുകാർ എൻ്റെ ബന്ധുക്കളും അച്ഛനും അമ്മയൊക്കെ കോഴിക്കോടാണ്, ചേട്ടൻ്റെത് പാലക്കാടുമാണ്. അപ്പം അതിന് പകരം നമുക്ക് നമ്മളെ സഹോദരന്മാരൊക്കെ ആയിട്ടും അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനും അമ്മമാരും അതും പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. മോള് ഇത് പീരീഡ്സ് ആയി എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ മോൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണം കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അവരാട്ടോ പറഞ്ഞത്. അവരോട് ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദിയും പറയാം കേട്ടോ. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ചടങ്ങിനുള്ള ഒരുക്കങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്ത് മോള് രാവിലെ തന്നെ കുളിച്ച് അപ്പോഴത്തേക്കും ഒരു 8 മണിയൊക്കെ ആയപ്പോൾ പോറ്റി വന്നു കേട്ടോ. പോറ്റി വന്ന് പൂജയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മോളെ തലയിൽ കൂടെ കുടത്തിൽ നിറച്ച വെള്ളം ഒഴിക്കുന്നത് ചേട്ടൻ്റെ സഹോദരിയാണ്. അപ്പം ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് മോള് വീടിൻ്റെ ബാക്ക് കൂടി ആട്ടോ പിന്നെ അകത്തേക്ക് കയറുന്നത്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര തിരക്കായിപ്പോയി. അങ്ങനെ അകത്തേക്ക് കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ച് പിന്നെയും നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് മോളെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഗോൾഡൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. അമ്മയൊക്കെ ഗോൾഡൊക്കെ കൊണ്ടുവന്നായിരുന്നു. പിന്നെ അനിയത്തി വന്നിട്ട് പൂവൊക്കെ വെച്ച് കൊടുത്തു. അപ്പം ആ ചടങ്ങുകളും കാര്യങ്ങളും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി. ഇതിൻ്റെ ഇടയിൽ അതും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതും ഒരു അഭിലാഷ് എന്ന് പറഞ്ഞ സഹോദരനാണ് ചെയ്തത്. അപ്പോൾ മൂപ്പരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. വന്ന എല്ലാവർക്കും ഭക്ഷണം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ചെറിയ നമ്മളിപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, വാഴേൻ്റെ ഇലയിൽ നമ്മൾ ഋതുമതി എന്നൊക്കെ എഴുതിയിട്ടുള്ള അതുപോലെയൊക്കെ കഴിഞ്ഞ ദിവസം തലേന്ന് രാത്രി തന്നെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്ത് മോളെ പിന്നീടാണ് കേട്ടോ നമ്മൾ മോളെ നന്നായിട്ട് ഒരുക്കിയത്, കണ്ണൊക്കെ എഴുതി ഒരുക്കി കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ കണ്ണൊക്കെ എഴുതി ഒരുക്കി കൊണ്ടുവന്ന് നല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവളെ സുന്ദരിയാക്കി കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. നമ്മളെ ബന്ധുക്കളും എല്ലാവരും അവൾക്ക് കുറച്ച് മധുരമൊക്കെ കൊടുത്തു. ആ ഒരു ചടങ്ങ് അങ്ങനെ എന്താ പറയുക, നമ്മൾ കാത്തിരുന്ന ഒരു ചടങ്ങായിരുന്നു കേട്ടോ. അതങ്ങനെ അവിടെ കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത്, നമ്മളുടെ അയൽവാസികൾ എല്ലാവരും വന്നു. അതുപോലെ തന്നെ എൻ്റെ സ്കൂളത്തെ ടീച്ചേഴ്സും എല്ലാവരും വന്ന് ചടങ്ങ് അതിഗംഭീരം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയൊരു പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ച ചടങ്ങ് ഒരു ഒരു വലിയൊരു കല്യാണത്തിൻ്റെ അതേ ഒരു ആർഭാടത്തിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും വന്നവരോടും വരാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളോട് സഹകരിച്ചവരോടും എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു.
പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. ബിരിയാണീനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ രാത്രി വൈകിട്ടൊക്കെ ആയപ്പോൾ വർക്കിംഗ് ഡേ ആണല്ലോ, മോളുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു. അപ്പോൾ മോളും ഭയങ്കര സന്തോഷമായി, അവരുടെ കൂടെ കുറേ ദിവസം വീട്ടിൻ്റെ അകത്തിരുന്നല്ലേ. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പം ഭയങ്കര സന്തോഷം. പിന്നെ കുറേ ഉടുപ്പും കുറേ എന്താ പറയുക മറ്റ് ഗിഫ്റ്റ്സൊക്കെ കിട്ടിയപ്പോൾ അവളും ഭയങ്കര സന്തോഷമായി. കൂടെ ചെറിയ ആളും ഭയങ്കര സന്തോഷത്തിലായിട്ടോ. അപ്പോൾ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്, നമ്മുടെ കൂടെ നിന്ന് എല്ലാവരോടും ഒത്തിരി താങ്ക് യു.